പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ പടയൊരുക്കം കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുന്ന വേറൊരു രാജ്യമുണ്ട്. ഈ പാകിസ്ഥാനിൽ കനത്ത പ്രതീക്ഷയർപ്പിച്ചു നിൽക്കുന്ന ആ രാജ്യത്തിന്റെ പേരാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനെ നമ്മൾ ഇന്ത്യയാണ് ബംഗ്ലാദേശാക്കി മാറ്റിയത് കിഴക്കൻ പാകിസ്ഥാൻ എന്ന മുൻ പേരിൽ നിന്ന്. ആ ബംഗ്ലാദേശ് വീണ്ടും തിരിച്ച് കിഴക്കൻ പാകിസ്ഥാൻ ആകാനുള്ള ശ്രമം നടത്തുന്നത് ഈ പാകിസ്ഥാന്റെ നട്ടലിന്റെ ബലം കണ്ടുകൊണ്ടാണ്. പക്ഷേ പാകിസ്ഥാന്റെ നട്ടലിന്റെ സ്ഥാനത്ത് നട്ടലല്ല വാഴപ്പിണ്ടിയാണെന്ന് ഇന്ത്യ കൃത്യമായി ഇപ്പോൾ ബംഗ്ലാദേശിന് കാണിച്ചു കൊടുക്കുകയാണ്. ഭയന്ന് വിറച്ചോടുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ പടയൊരുക്കം കണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ഏറ്റവും ശക്തമായി വന്ന വാർത്ത അവിടെ ഇസ്കോൺ ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്ന വലിയ രീതിയിലുള്ള അതിക്രമമാണ്. അങ്ങനെ ഇസ്കോൺ ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്ന അതിക്രമം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കൾക്ക് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച ഇസ്കോൺ സന്യാസിയായിട്ടുള്ള ചിന്മോയ് ദാസിന്റെ അറസ്റ്റ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വാർത്തയാണ്. ചിന്മോയ് ദാസിനെ അറസ്റ്റ് ചെയ്ത് അനധികൃതമായി അവർ ജയിലിൽ അടക്കുകയായിരുന്നു. ഇപ്പോൾ 6 മാസം തികയാണ്. ഈ 6 മാസത്തിന് ശേഷം ചിന്മോയ് ദാസിന് ജാമ്യം ലഭിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ബംഗ്ലാദേശ് ഹൈക്കോടതിയാണ് ഉടനടി ചിന്മോയ് ദാസിന് ജാമ്യം കൊടുക്കാനായി പറഞ്ഞിരിക്കുന്നത്. ചിന്മോയ് ദാസിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ബംഗ്ലാദേശ് ഭരണകൂടം പ്രതികാരം തീർത്തത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിന് പിന്നാലെയായിരുന്നു ഈ സംഭവം. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ രാജ്യത്ത് നിന്ന് ഓടിച്ചതിനു ശേഷം ബംഗ്ലാദേശിലെമ്പാടും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം നടന്നിരുന്നു. ഈ ആക്രമണം കണ്ട് പ്രതികരിച്ച ചിന്മോയ് ദാസിനെയാണ് ഇവർ പിടിച്ചകത്തിട്ടത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അതിൽ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നാൽ പാകിസ്ഥാന്റെ നട്ടലിന്റെ ബലം കണ്ടുകൊണ്ട് വലിയ രീതിയിൽ പുളയ്ക്കുകയായിരുന്ന ബംഗ്ലാദേശിന് ഇപ്പോൾ പാകിസ്ഥാൻ എന്താണെന്നും ഏതാണെന്നും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. രാജ്യാന്തരങ്ങളോളം ഓടുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തിരിച്ചടിക്കുന്നത് തടയണമെന്ന് പറയാൻ. UN-നെ സമീപിക്കുകയാണ് പാകിസ്ഥാൻ. റഷ്യയുടെ മുന്നിൽ പോകുന്നു, അമേരിക്കയുടെ മുന്നിൽ പോകുന്നു, സൗദി അറേബ്യയുടെ മുന്നിൽ പോകുന്നു. ചൈന പിന്തുണയുമായി രംഗത്തെത്തുന്നു. എന്നാൽ രണ്ടിൽ ചൈന പിന്തുണ പ്രഖ്യാപിച്ച് കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് പാകിസ്ഥാന് കാണാനായിട്ട് സാധിച്ചത്. തുർക്കി ആയുധങ്ങൾ കൊണ്ട് ഇറക്കി എന്ന് പറയുന്നു. അതിനുശേഷം തുർക്കി അത് നിഷേധിച്ച് ഞങ്ങൾ ഈ യുദ്ധത്തിനില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഈ തിരിച്ചടിയിൽ ഞങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ല എന്ന് പറഞ്ഞ് തുർക്കി രക്ഷപ്പെടുന്ന കാഴ്ച. സകല ലോക നേതാക്കളും ഇന്ത്യയുടെ കൂടെ, നരേന്ദ്രമോദിയുടെ കൂടെ. നരേന്ദ്രമോദിയെ രാഖി രാമായണം വിളിച്ച് ലോക നേതാക്കൾ തിരക്കുന്നു. എന്തായി സംഭവം? തിരിച്ചടി എന്നായിരിക്കും? പോരാത്തതിന് ഇന്ത്യയിൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന്. ഇതെല്ലാം കണ്ട് ബംഗ്ലാദേശിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കാൻ മാത്രം സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.